ഈ ആൺകുട്ടികൾക്ക് അമ്മമാരോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയണത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇനി ഇവന്മാർ വലുതായി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടറിയേണ്ടി വരും കേട്ടോ. പാറുമോള് വീട്ടിലില്ല, എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. അവിടെയും പിള്ളേരായിട്ട് അവൾ ഭയങ്കര ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് മാറിക്കണത്. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടെങ്കിലും അവൾക്ക് അതിൻ്റെ യാതൊരുവിധ വിഷമവും ഇല്ല കേട്ടോ. അപ്പോൾ സൺഡേയിലത്തെ ഒരു ചെറിയൊരു വ്ളോഗാണിത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, റസ്ക്കും ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് തുടങ്ങി. പിന്നെ കുറച്ച് മുട്ട അങ്ങോട്ട് പുഴുകാമെന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ഈ ഒരു മെഷീൻ ഭയങ്കര വേർത്താണ്, ഭയങ്കര യൂസ്ഫുൾ ആണ്. ഒരു 3 മിനിറ്റിൽ നമുക്ക് മുട്ട പുഴുങ്ങി കിട്ടും. 7 മുട്ട വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ട്രിപ്പായിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയെടുത്തു. കാശിക്കൂട്ടന് ഇത്തിരി കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ ഭരണിന്ന് അച്ചാർ എടുത്തു. ഇടയ്ക്കിടയ്ക്ക് ഈ സൊർക്കയിലിട്ടിട്ടുള്ള മുളക് കടിച്ചതിനുള്ള ഇപ്പോൾ ഒരു ഹോബി ആയിട്ടുണ്ട്. കാശിക്കൂട്ടൻ്റെ കുരുത്തക്കേട് അൺലിമിറ്റഡ് ആണ് കേട്ടോ. എങ്ങനെ കണ്ടൊക്കെ അവരത് കഞ്ഞി കുടിപ്പിച്ച് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അച്ഛൻ എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കൊച്ചായിരോടേക്കായിരിക്കും മിക്കതും. അങ്ങനെ ഞങ്ങളത് മുട്ട ഇരുന്ന് കഴിക്കുകയാണ്. ഏട്ടൻ ഇങ്ങനെ മാങ്ങ ഇരിഞ്ഞിട്ടും ഞാനങ്ങനെ കഴിക്കും. ആ ഒരു നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഞാൻ അരിയാനും നിനക്ക് തിന്നാനും ആ ഒരു മനോഭാവമാണ് കേട്ടോ. പിന്നെ പണിയോട് പണിയായിരുന്നു. നമ്മുടെ കുഞ്ഞു വീട്ടിൽ നിങ്ങൾ പറഞ്ഞ പോലെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മളെല്ലാ സാധനങ്ങളും റാക്കൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ മോക്ക് മേടിച്ചിട്ടുള്ള സ്റ്റഡി ടേബിൾ ആണ്. ഒരു 2000 റുപ്പീസിന് ഞാൻ മേടിച്ച സ്റ്റഡി ടേബിൾ ആണ്. നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ലൊരു സ്റ്റഡി ടേബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ടേബിളിന് തൊട്ടടുത്ത് ബുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു റാക്ക് പോലത്തെ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ബുക്സ് ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും, അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലൊക്കെ വെക്കാം. ഇത് നമുക്ക് ബിസിനസ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബുക്സും ഫയൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റാക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റഡി ടേബിൾ പാറുവിൻ്റെ ചാച്ചനൊക്കെ മേടിച്ച സ്റ്റഡി ടേബിൾ തന്നെ പിന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഏട്ടൻ്റെ കർട്ടനൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഒരു ടേബിൾ ഒരു സ്റ്റാഫിനും ഒരു ടേബിൾ സ്റ്റിച്ചിങ്ങിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ മെഷീനും കൂടെ മേടിച്ചിട്ടുണ്ട്. പുതിയ മെഷീൻ കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്കും അത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മുടെ റൂം ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് ഒന്നും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു ഇതിൽ ലീഫിൽ പെയിൻറ്റ് ആയപ്പോൾ അത് മാത്രം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ കുറച്ച് അറേഞ്ച് ചെയ്യണം, കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കൂജയിൽ വെള്ളം നിറച്ച് വെക്കുകയാണ്. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ സാരി ലോഞ്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കിയാൽ അറിയാം. ഈ 2 സാരിയാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം വേണം കേട്ടോ.